ഇന്ന് നമുക്ക് ചായക്കട പലഹാരമായിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സുഗിയൻ്റെ റെസിപ്പി നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടത്. അപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചെറുപയറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിലുള്ള ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി ക്ലീനാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ തന്നെ 1.5 കപ്പ് വെള്ളം പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് നന്നായി മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതൊരു 4 വിസിൽ വരെ ഉണ്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 4 വിസിൽ വന്ന ശേഷം നമുക്കിത് ഇതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം കുക്കറൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഈ ഒരു പയറൊന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇതൊരു വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടൊന്ന് ഉരുക്കിയെടുത്താണ് കേട്ടോ ശർക്കര. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറച്ച് കുഴഞ്ഞ് വരുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇത് ഓവറായിട്ട് ലൂസായി പോവാണ്ട് കറക്റ്റായിട്ടുള്ളൊരു ബാറ്ററായിട്ട് തന്നെ എടുക്കണം കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ടെടുക്കണം. അത് മാറ്റി വെച്ച ശേഷം നമുക്ക് നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ച ഈ ഒരു ചെറുപയർ നമുക്ക് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതായത് മുഴുവനും ഞാനിവിടെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് മാവിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചിട്ടെടുക്കാം. മാവ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോൾ. ഇനി നമുക്ക് ഈ ഒരു ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുത്ത ശേഷം നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. നമുക്കിനി ഇത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട നമ്മളിത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുക്കായിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ പുറത്തെ ഒരു കോട്ടിങ് കുക്കാവാനുള്ള ഒരു ടൈം മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മുഴുവനും ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ചായക്കടയിലത്തെ സ്പെഷ്യലായിട്ടുള്ള പലഹാരമായിട്ടുള്ള സുഗിയനെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്